ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ചെയ്യുന്നത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ എഗ് പൈ ആണ്. ആദ്യം ഇതിന് വേണ്ട ഡോ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് ഇളം ചൂടുള്ള പാൽ ഒഴിച്ചു കൊടുക്കാം. പാലിന് പകരം ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചാലും മതി. ഇനി 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. പിന്നെ 1/2 ടേബിൾ സ്പൂൺ ഈസ്റ്റ് ചേർക്കുകയാണ്. ഈസ്റ്റ് പെട്ടെന്ന് ആക്റ്റീവ് ആവാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര ചേർക്കുന്നത്. ഇനി നന്നായി മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് ഇത് കവർ ചെയ്ത് വെക്കാം. ഇപ്പോൾ ഈസ്റ്റ് പാലിൽ നന്നായി മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ആക്കിയ ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത്. അതിന് പകരം ഒലിവ് ഓയിൽ ഉണ്ടെങ്കിൽ അത് ഒഴിച്ചാലും മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്ത ശേഷം നന്നായി മിക്സ് ചെയ്യാം. ഇനി 2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായി മിക്സ് ആക്കിയ ശേഷം കുഴച്ചെടുക്കാം. കുറഞ്ഞത് ഒരു 5 മിനിറ്റെങ്കിലും നന്നായി കുഴച്ചെടുക്കണം. ചപ്പാത്തി മാവിനേക്കാളും കുറച്ച് ലൂസായിട്ടാണ് കുഴച്ചെടുക്കേണ്ടത്. ഡോ ഡ്രൈ ആണെങ്കിൽ 1-2 ടീസ്പൂൺ ചൂടുള്ള വെള്ളമോ അല്ലെങ്കിൽ പാലോ ചേർത്ത് കുഴച്ചെടുത്താൽ മതി. ഇപ്പോൾ ഇത് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിൽ കുറച്ച് ഓയിൽ പുരട്ടിയ ശേഷം ഇത് നന്നായി കവർ ചെയ്ത് പൊങ്ങാനായിട്ട് വെക്കാം. നല്ല ടൈറ്റായിട്ട് കവർ ചെയ്യണം, അല്ലെങ്കിൽ മാവിൻ്റെ മുകൾ ഭാഗം ഡ്രൈ ആയി പോവും. കുറഞ്ഞത് ഒരു 3 മണിക്കൂർ അല്ലെങ്കിൽ മാവ് ഡബിൾ സൈസ് ആവുന്ന വരെ ഇതുപോലെ കവർ ചെയ്ത് വെക്കാം. ഈ മാവ് റെഡി ആകുമ്പോഴേക്കും നമുക്കിതിലേക്ക് വേണ്ട ഫില്ലിങ്സ് ഉണ്ടാക്കാം. അതിന് വേണ്ടി ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഈ പാൻ ചൂടാകുമ്പോൾ ഇതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 2 മീഡിയം സൈസ് സവാള ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് ഇത് വഴണ്ടി വരാൻ വേണ്ടി വെക്കാം. ഇപ്പോൾ സവാള നന്നായി വഴണ്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ചേർക്കുകയാണ്. പിന്നീട് 1 ടേബിൾ സ്പൂൺ ചെറുതായി അരിഞ്ഞ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കുകയാണ്. ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇതിപ്പോൾ വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുകയാണ്. ഈ 3 കളർ ക്യാപ്സിക്കവും 1/4 കപ്പ് വീതമാണ് ചേർക്കുന്നത്. ഗ്രീൻ ക്യാപ്സിക്കം മാത്രം ചേർത്താലും മതി. ഒരു വലിയ ക്യാപ്സിക്കത്തിന്റെ ഒരു ഹാഫ് ഭാഗം ചേർത്താൽ മതിയാവും. ഇതൊന്ന് മിക്സ് ആക്കിയ ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നീട് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി ഇളക്കിയെടുക്കാം. അടുത്തതായി ഇതിലേക്ക് ചേർക്കാനായിട്ട് ഒരു മീഡിയം സൈസ് പൊട്ടറ്റോ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ആക്കിയ ശേഷം ഉടച്ചെടുക്കുകയാണ്. ഇനി ഇതിലേക്ക് വേണ്ടത് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പാണ്. അതും കൂടി ഇതിലേക്ക് ചേർക്കാം. പിന്നെ ഈ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് 3 മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ആക്കിയ ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ അത് മാവ് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്കിതൊരു മിനിറ്റ് കുഴച്ചെടുക്കാം. കുഴച്ചെടുക്കുന്ന സ്ഥലത്ത് കുറച്ച് ഓയിൽ പുരട്ടിയിട്ട് കുഴച്ചെടുക്കാം. ഒരുപാട് സമയമൊന്നും കുഴച്ചെടുക്കേണ്ട ആവശ്യമില്ല. 1 മിനിറ്റോളം മതിയാവും. ഇനി പകുതി മാവ് മാറ്റി വെച്ചിട്ട് നമുക്കിത് പരത്തിയെടുക്കാം. ഒരുപാട് കനം കുറച്ച് പരത്തണ്ട, കുറച്ച് കട്ടിയിൽ പരത്തിയെടുക്കാം. ഇനി ഒരു ബേക്കിംഗ് ട്രേ എടുത്ത് അതിൽ കുറച്ച് ഓയിൽ പുരട്ടിയ ശേഷം നമ്മൾ മാവ് പരത്തി വെച്ചത് ഇതിലേക്ക് വെച്ചു കൊടുക്കാം. ഇനി ഇതിന് മുകളിലായിട്ട് ഫില്ലിങ് വെക്കാം. മുഴുവനായിട്ട് വെച്ച ശേഷം അതൊന്ന് പരത്തി കൊടുക്കാം. ഇനി ബാക്കിയുള്ള മാവ് പരത്തിയ ശേഷം ഇതിന് മുകളിലേക്ക് വെക്കാം. ഇനി ഇതിന്റെ അരികുകളെല്ലാം നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിന്റെ നടുഭാഗത്ത് ഒരു ഗ്ലാസ് എടുത്തിട്ട് ഈ ഡോ പൊട്ടാത്ത രീതിയിൽ നന്നായി പ്രസ് ചെയ്ത് കൊടുക്കാം. പിന്നീട് കൈ ഉപയോഗിച്ച് ഇതുപോലെ പ്രസ് ചെയ്തെടുക്കാം. ഇനി ഇതിന് മുകളിൽ എഗ് വാഷ് ചെയ്യാനായിട്ട് ഒരു മുട്ടയുടെ മഞ്ഞ എടുത്തിട്ടുണ്ട്. ഇത് നന്നായി ഉടച്ച ശേഷം ഇതിന് മുകളിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം. നല്ല ഗ്ലേസിങ്ങും കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് എഗ് വാഷ് ചെയ്യുന്നത്. ഇനി ഇതിന് മുകളിലേക്ക് മല്ലിയില ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് പ്രീഹീറ്റ് ചെയ്തിട്ടുള്ള ഓവനിലേക്ക് വെക്കാം. ഓവൻ 10 മിനിറ്റ് 180 ഡിഗ്രി സെൽഷ്യസിൽ പ്രീഹീറ്റ് ചെയ്തതാണ്. അപ്പോൾ ഇതിൻ്റെ നടുവിലായിട്ട് ഇത് വെച്ച് കൊടുക്കാം.
മുകളിൽ നിന്നും താഴെ നിന്നും ചൂട് തട്ടുന്ന രീതിയിലാണ് ഇത് വെച്ചിട്ടുള്ളത്. ഇനി ഇത് 200 ഡിഗ്രി സെൽഷ്യസിൽ 20 to 25 മിനിറ്റ് അല്ലെങ്കിൽ ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ എഗ് പൈ ലൈറ്റ് ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇത് ഓവനിൽ നിന്ന് മാറ്റുകയാണ്. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഇതുവരെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.